നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ ശ്വസനേന്ദ്രിയ വ്യവസ്ഥയെക്കുറിച്ചാണ്. മനുഷ്യ ശരീരത്തിലെ ശ്വസനേന്ദ്രിയ വ്യവസ്ഥ, അതായത് റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ എന്താണ് നമ്മളെ ശ്വസിക്കാൻ സഹായിക്കുന്നത്? നമ്മുടെ ശ്വാസകോശങ്ങളാണ് കേട്ടോ. നമ്മുടെ ശ്വാസകോശം, അതായത് നമ്മുടെ ലങ്സ് ആണ് നമ്മളെ ശ്വസനത്തിന് സഹായിക്കുന്നത്. നമ്മുടെ ശ്വാസകോശത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പ്ലൂറോളജി എന്നാണ്. നമ്മുടെ ശ്വാസകോശത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പ്ലൂറോളജി എന്നാണ്. അതേസമയം പ്ലൂറ എന്താണെന്നറിയാമോ? പ്ലൂറ നമ്മുടെ ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന, അതായത് കവർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ലെയറാണ് പ്ലൂറ. ശ്വാസകോശത്തിന്റെ സംരക്ഷണമാണ് എന്ത്? ഈ പ്ലൂറയുടെ ഫങ്ഷൻ. അപ്പോൾ ഈ സംരക്ഷണ നൽകുന്ന ഈ ലെയർ, അതായത് പ്ലൂറയില് ഒരു ദ്രവമുണ്ട്, ഒരു ഫ്ലൂയിഡ് ഉണ്ട്, പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. അതെന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അത് നമ്മുടെ ഈ ശ്വാസം എടുക്കുമ്പോഴും, അതായത് ഉച്ഛ്വാസവും നിശ്വാസവും സമയത്ത് നമ്മുടെ റിബ്സുമായിട്ട് ഉണ്ടാവുന്ന ഘർഷണം, അതായത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഫ്ലൂയിഡാണ് പ്ലൂറൽ ഫ്ലൂയിഡ്, അതായത് പ്ലൂറൽ ദ്രവം. അപ്പോൾ ശ്വാസകോശം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഘർഷണം, അതായത് വാരിയെല്ലുകളുമായിട്ട് ഉണ്ടാവുന്ന ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്ന ദ്രവമാണ് പ്ലൂറൽ ദ്രവം. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഡയഫ്രം ആണ്. ഡയഫ്രം എന്താണ്? ഡയഫ്രം എന്നറിയാമോ? ഡയഫ്രം ചെയ്യുന്ന ഫങ്ഷൻ എന്താണെന്നറിയാമോ? അതായത് ഡയഫ്രം ഒരു പേശി നിർമ്മിതമായിട്ടുള്ള ഒരു ഭിത്തിയാണ്. എന്തിനാണ് ഇത്, എന്താ ഇത് ചെയ്യുന്നതെന്നറിയാവോ? ഇത് നമ്മുടെ ബോഡി, അതായത് ശരീരത്തിന്റെ അറയെ രണ്ടായിട്ട് ഭാഗിക്കുകയാണ്. ശരീരത്തിന്റെ ഉൾഭാഗത്തിനെ രണ്ടായിട്ട് ഭാഗിക്കുക. അതായത് നമ്മുടെ ഉള്ളറയെ, അതായത് നമ്മുടെ ബോഡിയിലെ അറയെ, കഴുത്തിന് താഴോട്ടുള്ള ഭാഗത്തെ രണ്ടായിട്ട് വിഭജിക്കാൻ സഹായിക്കുന്ന ഒരു പേശി നിർമ്മിതമായിട്ടുള്ള ഒരു വോളാണ്, ഒരു ഭിത്തിയാണ് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡയഫ്രം ഈ വിഭജിക്കുന്ന ഈ ഭാഗങ്ങൾ, അതായത് വാരിയലിന് താഴോട്ടുള്ള ഭാഗം അറിയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് അറിയപ്പെടും. അതിന് മുകളിലോട്ടുള്ള ഭാഗം, അതായത് വാരിയലിന്റെ ആ ഒരു മുകളിലോട്ടുള്ള ഭാഗം, ഡയഫ്രത്തിന്റെ മുകൾ ഭാഗം എന്താണ് അറിയപ്പെടുന്നത്? തൊറാക്സിക് ക്യാവിറ്റി, അല്ലെങ്കിൽ ഔരസാശയം എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത്. അതായത് ഈ ഡയഫ്രത്തിന്റെ മുകൾ ഭാഗം ഔരസാശയം, അത് റെസ്പിറേറ്ററി ക്യാവിറ്റിയും, ഈ ഡയഫ്രത്തിന് ബിലോ ഭാഗം, അതായത് കീഴ്ഭാഗം എന്താണ്? അബ്ഡോമിനൽ ക്യാവിറ്റി, അതായത് ഉദരാശയമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ മുകൾ ഭാഗത്താണ്, ഡയഫ്രത്തിന്റെ മുകൾ ഭാഗത്താണ് എന്തുള്ളത്? വാരിയെല്ലുകളും വാരിയലിനകത്ത് എന്തുള്ളത്? ലങ്സ് ഉള്ളത്, അതായത് ശ്വാസകോശം ഉള്ളത്. ഡയഫ്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നോക്കാനുള്ള ഒരു ഭാഗമാണ് എന്ത്? ഇന്റർകോസ്റ്റൽ പേശികൾ, ഇന്റർകോസ്റ്റൽ മസിൽസ്. അപ്പോൾ അതെവിടാണ് കാണപ്പെടുന്നത്? നമ്മുടെ വാരിയെല്ലുകളുടെ ഇടയിലായിട്ടാണ് ഈ ഇന്റർകോസ്റ്റൽ പേശികൾ കാണപ്പെടുന്നത്. ഇന്റർകോസ്റ്റൽ പേശികൾ എന്തിനാണ് സഹായിക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് ശ്വാസം എടുക്കുമ്പോഴും അതുപോലെ തന്നെ റിലീസ് ചെയ്യുമ്പോഴും ഈ വാരിയെല്ലുകളുടെ മൂവ്മെന്റിനെ സഹായിക്കുന്നതാണ് ഈ ഇന്റർകോസ്റ്റൽ മസിൽസ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. വാരിയെല്ലുകൾക്കിടയിൽ കാണപ്പെടുന്ന പേശി ഏത്? ഇന്റർകോസ്റ്റൽ പേശികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം നോക്കാം. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇപ്പം പറഞ്ഞത് ലങ്സ് മാത്രമല്ലേ പറഞ്ഞത്? ലങ്സ് മാത്രമേ ഉള്ളൂ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ? അല്ല. അപ്പോൾ നമ്മുടെ ശ്വസന വ്യവസ്ഥയിൽ ശ്വാസകോശവും ഉണ്ട്. പിന്നെന്തൊക്കെയുണ്ട്? ആദ്യമേ ഈ വായു എടുക്കുന്നിടത്ത് 2 ദ്വാരങ്ങളുണ്ട് അല്ലേ? നോസ്ട്രൽസ് ഉണ്ട്. അപ്പോൾ നോസ് ഉണ്ട്. പിന്നെ
ഈ ലങ്സിലോട്ട് ഈ വായുവിനെ എത്തിക്കാൻ ശ്വാസനാളമുണ്ട്. ഈ എയർ ആദ്യമേ തന്നെ ഈ മൂക്കിൽ കയറുന്ന ആ ഒരു ഭാഗത്ത് നാസഗഹ്വരം എന്ന് പറയും, അല്ലെങ്കിൽ നേസൽ ക്യാവിറ്റി എന്ന് പറയും. അപ്പോൾ ആ ഭാഗത്ത് കയറിയിട്ടാണ് പിന്നെ ശ്വാസനാളം വഴി എങ്ങോട്ട് എത്തുന്നത്? നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വായു എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ നാസാഗഹ്വരം, അതായത് നേസൽ ക്യാവിറ്റിയിൽ എന്തുതരം സെൽസ് ആണ് കാണപ്പെടുന്നത്? എന്തുതരം കോശങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്? എപ്പിത്തീലിയൽ കോശങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. നമ്മുടെ നേസൽ ക്യാവിറ്റിയിലെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്, എപ്പിത്തീലിയൽ സെൽസ് ആണ് അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ നാസാഗഹ്വരത്തിൽ കൂടെ, അതായത് ഈ നേസൽ ക്യാവിറ്റിയിൽ കൂടെ ഈ എയർ താഴോട്ട് പോകുമ്പോൾ, അതായത് നമ്മുടെ തൊണ്ടഭാഗത്ത് ആ ഒരു ഭാഗത്ത് എന്താണ്, ആ ഒരു ഭാഗത്ത് കൂടെ തന്നെയാണ് എന്ത്, ഫുഡും പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ആ ഒരു കോമൺ ആയിട്ട് ആ ഒരു ട്രാക്ട്, ആ ഒരു ഭാഗം മാത്രം നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും കോമൺ ആണ്, ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. അതാണ് എന്ത്, നമ്മുടെ ഫാരിങ്സ് എന്ന് പറയും. ഫാരിങ്സ് നമ്മുടെ ഈ തൊണ്ട ഭാഗം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ ശ്വാസം എടുക്കുമ്പോൾ ഈ ശ്വാസവും അവിടെ കൂടെ തന്നെ ആണ് പോകുന്നത്. ആഹാരം കഴിക്കുമ്പോൾ ഈ ആഹാരം ചവച്ചരച്ച് വിഴുങ്ങുന്ന സമയത്ത് ആ ഫുഡും അവിടെ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം ഈ ഫുഡ് വിഴുങ്ങുന്നതും ഈ ശ്വാസം എടുക്കുന്നതും കൂടെ ഒരേ സമയം എന്തായാലും നടക്കത്തില്ല. അപ്പോൾ ആ ഒരു ഭാഗമാണ് എന്ത്, ഫാരിങ്സ്. അപ്പോൾ ആ കോമൺ പാസേജ് ഫോർ ബോത്ത് ഫുഡ് ആൻഡ് എയർ ആണ് എന്ത്, ഫാരിങ്സ്, അതായത് ഗ്രസനി. ഈ ഗ്രസനി, അതായത് ഈ ഫാരിങ്സ് കുറച്ചുകൂടെ അതിൻ്റെ താഴോട്ട് പോയി കഴിയുമ്പോൾ എന്താണ്, രണ്ട് പൈപ്പുകളായിട്ട് വിഭജിച്ചു പോകും. രണ്ട് സൈഡിലോട്ടും വിഭജിച്ചു പോകും. അപ്പോൾ ഈ രണ്ടായിട്ട് മാറുന്നതിൽ ഒരു ഭാഗം എന്തായിട്ടാണ് മാറുന്നത്? അന്നനാളമായിട്ടാണ് മാറുന്നത്. അതായത് നമ്മുടെ ഫുഡിൻ്റെ പാസേജിനായിട്ടുള്ള ഒരു എന്താണ്, പാർട്ടായിട്ട് മാറും. അപ്പോൾ മറ്റൊന്ന് എന്തായിട്ടാണ് മാറുന്നത്? ട്രക്കിയ, അതായത് വിൻഡ് പൈപ്പായിട്ടാണ് മാറുന്നത്. അവിടെ കൂടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ വായുവാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. വായു സഞ്ചരിക്കുന്ന ഒരു പാത്വേ ആണ് ട്രക്കിയ. അപ്പോൾ ഭക്ഷണവും വായുവും ഒരേപോലെ കടന്നു പോകാൻ കഴിയുന്ന ഭാഗം ഫാരിങ്സ്, അതായത് ഗ്രസനി. അത് പിന്നെ രണ്ടായിട്ട് മാറുമ്പോൾ ആ രണ്ടായിട്ട് മാറുന്നതിൽ ഒന്ന് എന്തിലോട്ട് പോകുന്നു? ട്രക്കിയ, അതായത് വിൻഡ് പൈപ്പ്. ഒന്നാണെങ്കിൽ നമ്മുടെ ഫുഡ് പൈപ്പ്, അതായത് അന്നനാളമായിട്ടും മാറുന്നു. അപ്പോൾ ഈ വിൻഡ് പൈപ്പ്, അതായത് ട്രക്കിയയിലോട്ട് തുറക്കുന്ന അവിടെ ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗമാണ് എന്ത്, ക്ലോമം എന്നറിയപ്പെടുന്നത്. ക്ലോമം. ആ ഓപ്പണിങ് എന്താണ്, ആ ഒരു ഓപ്പണിങ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുമായിട്ട് അവിടെ ഒരു സംവിധാനമുണ്ട്. അതിനെ പറയുന്നതാണ് ക്ലോമപിധാനം എന്ന് പറയും. ക്ലോമപിധാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. അപ്പോൾ ട്രക്കിയ എന്ന വിൻപൈപ്പിലോട്ട് തുറക്കുന്ന ഭാഗമാണ് എന്ത്, ക്ലോമം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമപിധാനത്തിന്റെ ധർമ്മം എന്താണ്? ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ, നമ്മുടെ ആഹാര പദാർത്ഥവും വായുവും എല്ലാം സഞ്ചരിക്കുന്ന ഒരു കോമൺ ആയിട്ടൊരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഈ രണ്ടായിട്ട് മാറുന്ന ഭാഗത്തിൽ ഈ എന്താണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഭക്ഷണം നമ്മുടെ വായു സഞ്ചരിക്കുന്ന നമ്മുടെ ട്യൂബിലേക്ക്, അതായത് നമ്മുടെ ട്രക്കിയയിലോട്ട് കടക്കാതിരിക്കാനാണ്. എന്താണ്, ഈ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ ട്രക്കിയയിലോട്ട് കടക്കാതിരിക്കാൻ ഒരടപ്പ് പോലെ സഹായിക്കുന്നതാണ് എന്ത്, നമ്മുടെ ക്ലോമപിധാനം, അതായത് എപ്പിഗ്ലോട്ടിസ്. ചെറുനാക്കെന്നും നമ്മൾ പറയും, ചെറുനാക്കെന്ന്. അത് എന്തിനാണ് അപ്പോൾ നമ്മളെ സഹായിക്കുന്നത്? ഈ ഭക്ഷണ സാധനങ്ങളൊന്നും അകത്ത് ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്തേക്ക് ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ നമ്മുടെ ഈ ക്ലോമപിധാനം കഴിഞ്ഞാൽ വരുന്ന ഭാഗമാണ് എന്ത്, ട്രക്കിയ. അപ്പോൾ ഈ ട്രക്കിയ എന്താണ്, നമ്മുടെ ഈ വായുവിൻ്റെ സഞ്ചാരപഥമാണ് ട്രക്കിയ.
അപ്പോൾ ഈ ട്രക്കിയ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാർട്ടിലേജ് കൊണ്ടാണ് കേട്ടോ, കാർട്ടിലേജ് കൊണ്ട്. നമ്മുടെ നേരത്തെ സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ട്രക്കിയ കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ട്രക്കിയ താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? 2 ഓപ്പോസിറ്റ് സൈഡിലോട്ട് അങ്ങ് മാറിപ്പോവും. അതായത് നമ്മുടെ ഇടത്തെ ശ്വാസകോശത്തിലോട്ടും വലത്തെ ശ്വാസകോശത്തിലോട്ടുമായിട്ട് കയറുന്ന ട്യൂബുകളായിട്ട് മാറിപ്പോവും. അപ്പോൾ ഈ ട്യൂബുകളെയാണ്, അതായത് ഈ പൈപ്പുകളെയാണ് നമ്മൾ ബ്രോൺകസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ബ്രോൺകസ് അഥവാ ശ്വസനി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ 2 ശ്വാസകോശത്തിലേക്കും ഈ ട്രക്കിയ ശ്വസനിയായിട്ട് ഈ ശ്വാസകോശത്തിലോട്ട് ചെല്ലുന്നു. അപ്പോൾ ഈ ബ്രോൺകൈ ഈ ലങ്സിലേക്ക് കയറി കഴിയുമ്പോൾ, അതായത് ഈ ശ്വസനി ശ്വാസകോശത്തിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെയും ഉപശാഖകളായിട്ട് മാറും. ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് പിന്നെയും ഇങ്ങനെ ഡിവൈഡ് ആയി പോകും. അപ്പോൾ അതിനെ പറയുന്നതാണ് ബ്രോൺക്യൂൾസ് എന്ന് പറയും. ബ്രോൺക്യൂൾ അതായത് ശ്വസനിക എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ശാഖകളും ഉപശാഖകളുമായിട്ടൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് പോയിട്ട് അവസാനം ഇത് പോയി അവസാനിക്കുന്നത് എവിടെയാണെന്നറിയാമോ? വായു അറകളിലാണ് പോയി അവസാനിക്കുന്നത്. അതായത് ആൽവിയോളൈ അഥവാ വായു അറകളിലേക്കാണ് ഇത് പോയി അവസാനിക്കുന്നത്. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ എക്സ്ചേഞ്ച് സംഭവിക്കുന്നത്. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഒക്കെ എക്സ്ചേഞ്ച് സംഭവിക്കുന്നത് അവിടെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? അതായത് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലങ്സ് എന്താണ്? ആൽവിയോളൈകളാണ് കേട്ടോ. ആൽവിയോളസ് ആണ്, അതായത് വായു അറകളാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് എന്ത് നടക്കുന്നത്? വാതക വിനിമയം നടക്കുന്നത്. അതായത് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ആൽവിയോളൈകളിലാണ്, അതായത് ആൽവിയോളസിലാണ്. അപ്പോൾ നമ്മുടെ ഈ വായു അറകളിൽ, അതായത് ആൽവിയോളയിൽ കാണപ്പെടുന്ന ചിലതരം കോശങ്ങളുണ്ട്. മൈക്രോഫേജുകൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. മൈക്രോഫേജുകൾ അതെന്തിനാണെന്നറിയാമോ? നമ്മൾ ഈ ശ്വാസം എടുക്കുമ്പോൾ അതിനകത്ത് ഈ പ്യുവർ ഓക്സിജൻ മാത്രമല്ലല്ലോ ഉള്ളത്, പിന്നെന്തൊക്കെ കാണും? പലതരം പൊടിപടലങ്ങൾ കാണും അല്ലേ? പലതരം പൊടിപടലങ്ങളുണ്ട്, സൂക്ഷ്മജീവികളുണ്ട്. ഇതെല്ലാം തന്നെ അവിടെ ആ വായുവിൽ, നമ്മൾ വലിച്ചെടുക്കുന്ന ആ വായുവിലുണ്ട്. അപ്പോൾ ഈ പൊടിപടലങ്ങളും ഈ സൂക്ഷ്മാണുക്കളും ഈ രോഗാണുക്കളും എല്ലാം ഉള്ള ഈ വായു നമ്മുടെ ഇത്ര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഓർഗനായ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത് തടയാൻ വേണ്ടി ആണ് ഈ മാക്രോഫേജ് എന്ന് പറയുന്ന കോശങ്ങൾ അവിടെ ഉള്ളത്. ഈ മാക്രോഫേജ് എന്ത് ചെയ്യും? ഈ പൊടിപടലങ്ങളെയും ഈ അണുക്കളെയും എല്ലാം എന്ത് ചെയ്യും? ഇത് വിഴുങ്ങി അങ്ങ് നശിപ്പിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത്? നമ്മുടെ വായു അറകളിലെ, അതായത് ആൽവിയോളൈകളിലെ എന്ത് കോശങ്ങളാണുള്ളത്? മൈക്രോഫേജുകളുണ്ട്. അപ്പോൾ ഈ പൊടിപടലങ്ങളെയും അണുക്കളെയും എല്ലാം വിഴുങ്ങി നശിപ്പിക്കുന്ന ഈ പ്രോസസ്സിന് പറയുന്നതാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയും കേട്ടോ. ഫാഗോസൈറ്റോസിസ്. പിന്നെ നമ്മുടെ ഈ ആൽവിയോളയിലെ വായു അറയിലെ വേറൊരു കെമിക്കൽ കോമ്പൗണ്ടും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ലെസിത്തീൻ എന്ന് പറയും കേട്ടോ. ലെസിത്തീൻ. അതെന്തിനായിരിക്കും സഹായിക്കുന്നത്? അപ്പോൾ ഈ കെമിക്കല് നമ്മുടെ ഈ വായു അറകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ള് കൊളാപ്സ് ആയി പോവാതെ, അങ്ങ് ഉടഞ്ഞു പോവാതെ അതിന്റെ ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആ കെമിക്കലാണ് ലെസിത്തീൻ. അപ്പോൾ നമ്മുടെ ആൽവിയോളൈ, വായു അറകൾ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ലെസിത്തീൻ. അപ്പോൾ എങ്ങനെയാണ് വാതക വിനിമയം നമ്മുടെ ശ്വാസകോശത്തിൽ നടക്കുന്നത്? എങ്ങനെയാണ്? എന്ത് പ്രോസസ്സ് വഴിയായിരിക്കും? ഡിഫ്യൂഷൻ എന്നാണ് കേട്ടോ. ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് നമ്മുടെ ലങ്സിലെ വാതക വിനിമയം നടക്കുന്നത്. എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഹയർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നും ലോവർ കോൺസെൻട്രേറ്റഡ് ഏരിയയിലേക്കുള്ള മൂവ്മെന്റ്, അതായത് ഗാഢത കൂടിയ പ്രദേശത്ത് നിന്നും ഗാഢത കുറഞ്ഞ പ്രദേശത്തിലേക്കുള്ള വസ്തുക്കളുടെ സഞ്ചാരമാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ശ്വാസകോശത്തില് നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ, ഇപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ശ്വാസകോശത്തിലുള്ള രക്തലോമികളിൽ നിന്ന് ഈ കൂടി നിൽക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈ വായു അറകളിലേക്ക് സഞ്ചരിക്കും. എന്നിട്ട് അവിടുന്ന് പിന്നെ
എന്താവും? എക്സിറ്റ് ചെയ്ത് പോവും. അതുപോലെ തന്നെ ഓക്സിജന് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം കൂടുതലായിരിക്കുമല്ലോ ആ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതും എങ്ങോട്ട് കയറി പോവും? ഓക്സിജന്റെ അളവ് കുറഞ്ഞ ഈ നമ്മുടെ രക്തലോമികളിൽ കൂടെ നമ്മുടെ രക്തത്തിലേക്ക് കലങ്ങി അങ്ങ് പോവും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ വഴിയാണ് വാതക വിനിമയം സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് പ്രത്യേകമായിട്ട് വലിയ എനർജി എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. വലിയ എനർജി ഒന്നും ഇവിടെ ആവശ്യം വരുന്നില്ല. കാരണം ഈ കോൺസെൻട്രേഷൻ കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഒരു മൂവ്മെന്റ് സംഭവിക്കും. അപ്പോൾ ഈ ഡിഫ്യൂഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ നമ്മുടെ എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് ഈ ഗ്യാസുകൾ ഇങ്ങനെ കലങ്ങി അങ്ങ് പോവാണോ രക്തത്തിലോട്ട്? ലയിച്ചങ്ങ് പോവാണോ ഈ ഓക്സിജൻ? അല്ല. അവിടെ എന്താണ് നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ അരുണ രക്താണുക്കൾ, അതായത് RBCയിലുള്ള ഒരു വസ്തുവാണ് ഈ ഓക്സിജനെ എടുത്തുകൊണ്ട് പോകാൻ സഹായിക്കുന്നത്. അതായത് ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ഈ ഓക്സിജനെ പിടിച്ചുകൊണ്ട് പോകാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്താണുക്കളും ഏതാണ്? ഈ RBCകൾ തന്നെയാണ്, റെഡ് ബ്ലഡ് സെൽ, അതായത് അരുണ രക്താണുക്കൾ തന്നെയാണ്. ഏറ്റവും ആയുസ് കൂടിയ രക്താണു ഏത് തന്നെയാണ്? ഈ അരുണ രക്താണുക്കൾ തന്നെയാണ്. 120 ദിവസമാണ് അതിന്റെ ആയുസ്. ഈ അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? എർത്രോസൈറ്റ്സ് എന്നാണ് കേട്ടോ. എർത്രോസൈറ്റ്സ്. ഈ എർത്രോസൈറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഇതിന് ന്യൂക്ലിയസ് ഇല്ല, കോശമർമ്മം ഈ റെഡ് ബ്ലഡ് സെല്ലിന് കാണാറില്ല. അപ്പോൾ മിക്ക സസ്തനികളുടെയും ഈ അരുണ രക്താണുക്കളിൽ RBCയിൽ ന്യൂക്ലിയസ് ഇല്ല. പക്ഷെ ഒരു സസ്തനിയിൽ മാത്രം എക്സെപ്ഷൻ ഉണ്ട്. ഏതാണെന്നറിയാമോ? ഒരു സസ്തനിയിൽ മാത്രം അതിന്റെ അരുണ രക്താണുക്കളിൽ കോശമർമ്മം കാണും. ഒട്ടകമാണ് കേട്ടോ, ഒട്ടകത്തിന്റെ RBC, അതായത് അരുണ രക്താണുക്കളിൽ എന്തുണ്ട്? കോശമർമ്മമുണ്ട്. അപ്പോൾ നമ്മുടെ ആൽവിയോളയിൽ എങ്ങനെയാണ്, വായുറകളിൽ എങ്ങനെയാണ് വാതകവിനിമയം നടക്കുന്നത്? ഹീമോഗ്ലോബിൻ ആണ് അല്ലെ. ഹീമോഗ്ലോബിന് ഈ ഓക്സിജനെ പിടിച്ചെടുത്തിട്ട് എന്തായിട്ട് മാറും? ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. അങ്ങനെയാണ് രക്തത്തിൽ കലങ്ങി ഇത് നാനാഭാഗത്തോട്ടും പോകുന്നത്. എന്നിട്ട് ആ രക്തം എങ്ങോട്ട് ഒഴുകി ചെല്ലുന്നത്? നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി ചെല്ലും. ഹൃദയം ഒരു പമ്പാണല്ലോ. അപ്പം ഹൃദയം എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഓക്സിജൻ ഉള്ള രക്തത്തിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്ത് വിടും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാർഡിയോവാസ്കുലർ സിസ്റ്റം പഠിക്കുമ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ എന്തിനായിരിക്കും ഈ റെസ്പിറേഷൻ ശരിക്കും നടക്കുന്നത്? നമ്മൾ ചുമ്മാ ഈ ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് മാത്രമാണോ ഈ ശ്വസനം? അല്ല. ശരിക്കും എന്തിനാണ്? എനർജി, അതായത് ഊർജം റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും ഈ ഓക്സിജന് നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഓക്സിജൻ എടുക്കുന്നത്. അതായത് നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നൊക്കെ നമുക്ക് എന്തൊക്കെ ലഭിക്കും? മാംസ്യവും പ്രോട്ടീനും എല്ലാം ലഭിക്കുന്നില്ല. ഇതെല്ലാം അതിൽ നിന്ന് ഈ എനർജി, അതായത് ഊർജം അതിൽ നിന്ന് റിലീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഓക്സിജൻ അവിടെ ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഊർജം സ്വതന്ത്രമാക്കുന്നത് എവിടെ വെച്ചായിരിക്കും? സെല്ലുകളിൽ വെച്ചാണ്, കോശങ്ങളിൽ വെച്ചാണ്. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ നടന്നാലേ ഈ എനർജി റിലീസ് ആവത്തുള്ളൂ. അപ്പോൾ ഈ കോശ ശ്വസനം, അതായത് സെല്ലുലാർ റെസ്പിറേഷൻ ആണ് ഊർജം സ്വതന്ത്രമാക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 2 ഘട്ടമുണ്ട്. എത്ര ഘട്ടമുണ്ട്? 2 ഘട്ടമുണ്ട്. ക്രെബ്സ് സൈക്കിളും ഗ്ലൈക്കോളിസിസും. അപ്പോൾ നമുക്ക് ഗ്ലൈക്കോളിസിസ് എന്താണെന്ന് നോക്കാം. ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിലാണ് നടക്കുന്നത്. അതായത് സൈറ്റോപ്ലാസത്തിലാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിനെ 2 ATP തന്മാത്രകളും ഒരു പൈറൂവിക് ആസിഡുമാക്കി മാറ്റുന്ന പ്രോസസ്സാണ്
എന്ത് ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ടായ ആ ATP ഉണ്ടല്ലോ, ആ ATP ആണ് എന്ത് നമ്മുടെ ഊർജം. ആ ATP ആണ് നമ്മുടെ ഊർജം. ATP എന്താണെന്ന് അറിയാമോ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് കേട്ടോ. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതാണ് നമ്മുടെ ശരീരത്തിലെ എനർജി മോളിക്യൂൾ. ഈ ഒരു പ്രക്രിയയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതായത് ഒന്നാമത്തെ ഘട്ടമായ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് ഓക്സിജന്റെ അഭാവത്തിലാണ്. അതായത് അൺഎയറോബിക് റെസ്പിറേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അവായു ശ്വസനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്സിജന്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ അടുത്ത സ്റ്റേജായ ക്രെബ്സ് സൈക്കിൾ, അതായത് ക്രെബ്സ് പരിവൃത്തി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ക്രെബ്സ് സൈക്കിളില്? ഈ പ്രോസസ്സ് നടക്കുന്നത് എവിടാണ്? മൈറ്റോകോൺട്രിയയിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നടക്കുന്ന ശ്വസനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഓക്സിജന്റെ പ്രസൻസിലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ പ്രക്രിയ നടക്കുന്നത് ഓക്സിജന്റെ പ്രസൻസിലാണ്. എവിടെ? നമ്മുടെ ക്രെബ്സ് സൈക്കിളില്. അപ്പൊ നമ്മുടെ ഗ്ലൈക്കോളിസിസിൽ എന്തൊക്കെ ബൈ പ്രോഡക്ട്സ് ആയിരുന്നു ഉണ്ടായത്? പൈറൂവിക് ആസിഡും ഉണ്ടായി, 2 ATP മോളിക്യൂളും ഉണ്ടായിരുന്നു. അപ്പം ക്രെബ്സ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഗ്ലൈക്കോളിസിസിൽ ഉണ്ടായ പൈറൂവിക് ആസിഡിനെ പല പല മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ട് എന്താക്കി മാറ്റും? അപ്പോൾ ആ പൈറൂവിക് ആസിഡിനെ എന്താക്കി മാറ്റും? ATP ആക്കി മാറ്റും. ഒപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ടാണ് പരിവർത്തനം ചെയ്യുന്നത് കേട്ടോ. ആ പൈറൂവിക് ആസിഡിനെ ക്രെബ്സ് സൈക്കിൾ എന്താക്കി മാറ്റും? ATPയും കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ വാട്ടറുമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് മൊത്തം എവിടാണ് നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത് കേട്ടോ. ഗ്ലൈക്കോളിസിസിന്റെ അവസാനം നമുക്ക് ലഭിച്ച പൈറൂവിക് ആസിഡിനെ ATP ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ എത്ര ATP ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് അറിയാമോ? 28 ATP ആണ്. 28 ATP മോളിക്യൂൾ ആണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ മൊത്തം എത്ര ഊർജം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്? നമ്മുടെ ക്രെബ്സ് സൈക്കിളിൽ 28 ATP ഉണ്ടായി. അതേപോലെ തന്നെ ഗ്ലൈക്കോളിസിസിൽ 2 ATP ഉണ്ടായി. അപ്പൊ മൊത്തം 28 അധികം 2 30 ATP മോളിക്യൂൾ. എവിടുന്ന്? ഒറ്റ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് 30 ATP ഊർജമാണ് നമുക്കിപ്പോൾ ലഭിച്ചത്. ഇനി നമുക്ക് അൺഎയറോബിക് റെസ്പിറേഷനെ കുറിച്ച് നോക്കാം, അതായത് അവായു ശ്വസനം. അവായു ശ്വസനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഓക്സിജന്റെ ആവശ്യമേ വരുന്നില്ല. അതിനൊരു ഉദാഹരണം പറയാമോ ആരെങ്കിലും? അതെ, തൈര് പുളിക്കുന്നത് അല്ലേ? തൈര് പുളിക്കുന്നത് ഏത് ബാക്ടീരിയയുടെ ശ്രമമാണ്? ലാക്ടോബാസിലസ് ആണ് കേട്ടോ. ലാക്ടോബാസിലസ്, അത് നേരത്തെ ചോദിച്ചിട്ടുണ്ട് PSC. ലാക്ടോബാസിലസ് ബാക്ടീരിയയാണ് എന്ത് പാല് പുളിപ്പിച്ച് തൈരാക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ദോശമാവൊക്കെ പുളിപ്പിക്കത്തില്ലേ? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈസ്റ്റ് ആണ് കേട്ടോ. അവിടെ സംഭവിക്കുന്നത് ഈസ്റ്റിന്റെ അൺഎയറോബിക് റെസ്പിറേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിക്കപ്പെട്ട് ആണ് എന്ത് സംഭവിക്കുന്നത്? ഇത് നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കൊണ്ടാണ് ഈ ഈസ്റ്റിന്റെ അവായു ശ്വസനം മൂലമുള്ള എന്താണ് റിസൾട്ടാണ് ഈ മാവ് പുളിച്ചു പൊങ്ങുന്നത്. അപ്പോൾ ഈ ഓക്സിജന്റെ അഭാവത്തില് അവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷനും പിന്നെന്താണ് ആൽക്കഹോളിന്റെ പ്രൊഡക്ഷനും ഒക്കെ നടക്കുന്ന പ്രോസസ്സാണ്. ആൽക്കഹോൾ, അതായത് സ്പിരിറ്റിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന ആ പ്രോസസ്സിനെയാണ് കിണ്വനം, അതായത് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ടൈഡൽ വോളിയം എന്താണെന്ന് നോക്കാം. ടൈഡൽ വോളിയം എന്താണ്? ടൈഡൽ വോളിയം നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്യുമല്ലോ. നമ്മൾ നോർമലി ഉച്ഛ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഇൻഹേലിങ്ങും എക്സേലിങ്ങും ചെയ്യുന്ന ആ നോർമൽ എമൗണ്ട്, അതായത് ആ നിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉച്ഛ്വസിക്കുന്ന ഒരു സാധാരണ ആ ഒരു
അളവ്, ആ വായുവിന്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഏകദേശം അതൊരു 1/2 ലിറ്ററോളം വരും ഈ ടൈഡൽ വോളിയം. ഇനി നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? പരമാവധി ഉള്ളിലേക്കെടുത്ത് പരമാവധി വെളിയിലേക്ക് വിടാൻ കഴിയുന്ന വായുവിന്റെ അളവാണ് എന്ത്? വൈറ്റൽ കപ്പാസിറ്റി. ഒരു അഡൾട്ടായ വ്യക്തിക്ക് 4 മുതൽ 4.5 ലിറ്റർ വരെയാണ് വൈറ്റൽ കപ്പാസിറ്റി പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് റെസിഡ്യുവൽ വോളിയം എന്താണെന്ന് നോക്കാം. അവശിഷ്ട വ്യാപ്തം അതെന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, വൈറ്റൽ കപ്പാസിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. മാക്സിമം നമ്മൾ ബ്രീത്ത് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതാണ്, ആ ഒരു അളവാണ് എന്ത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ മാക്സിമം വായു എക്സേൽ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും കുറച്ച് വായു തങ്ങി നിൽക്കും. ആ ഒരു അളവാണ്, ആ വായുവിന്റെ ആ ഒരു അളവിനെയാണ് എന്ത് പറയുന്നത്? ഈ റെസിഡ്യുവൽ വോളിയം, അതായത് അവശിഷ്ട വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. യൂപ്നിയ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? യൂപ്നിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ സാധാരണ ശ്വസനം തന്നെയാണ് യൂപ്നിയ എന്നറിയപ്പെടുന്നത്. ഡിസ്പ്നിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഡിസ്പ്നിയ എന്ന് പറഞ്ഞാൽ വേദനാപൂർവമായ ശ്വസനമാണ് കേട്ടോ. പെയിൻഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് ആണ് ഡിസ്പ്നിയ. പിന്നെ അനാക്സിയ എന്താണെന്ന് അറിയാം? അനക്സിയ, ഓക്സിജൻ കുറവുള്ള വായു ശ്വസിക്കുന്നതിനെയാണ് അനക്സിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ശ്വാസകോശത്തെയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് ബ്രോങ്കൈറ്റിസ് ആണ് കേട്ടോ. ബ്രോങ്കൈറ്റിസ് എന്താണ്? ബ്രോങ്കൈറ്റിസ് നമ്മുടെ ബ്രോൺകസിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ആണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ അണുബാധ ഉണ്ടാകുന്നത്? ഈ പുകവലിയൊക്കെ കാരണമാണ് എന്ത്? ഈ അസുഖം ഉണ്ടാകുന്നത്, ബ്രോങ്കൈറ്റിസ്. അടുത്ത നമ്മൾ നോക്കുന്ന രോഗം എംഫിസീമയാണ്. എംഫിസീമ എന്താണെന്ന് അറിയാമോ? എംഫിസീമയും കണ്ടുവരുന്നത് പുക വലിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഒത്തിരി പുകവലിയൊക്കെ ആകുമ്പോൾ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആൽവിയോളൈ, അതായത് വായു അറകൾ വികസിക്കാനും ചുരുങ്ങാനും ഉള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ട് ചിലപ്പോൾ അത് പൊട്ടിയൊക്കെ പോവും. അപ്പൊ ആ ഒരു അവസ്ഥയാണ് എന്ത്? എംഫിസീമ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ടീരിയ കാരണം സംഭവിക്കുന്ന ഒരു രോഗമാണ്. എന്താണ്? ന്യൂമോണിയ. ന്യൂമോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത്? ന്യൂമോണിയ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് സിലിക്കോസിസ്. സിലിക്കോസിസ് ആരിലാണ് കാണുന്നതെന്ന് അറിയാമോ? പാറ പൊട്ടിക്കുന്നവർ കാണുന്നതാണ് കേട്ടോ. അതിന്റെ തരിയൊക്കെ കയറിയിട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സിലിക്കോസിസ്. അതേപോലെ തന്നെ ഈ കൽക്കരി ഖനികളിലൊക്കെ ജോലി ചെയ്യുന്നവരിൽ കണ്ടുവരുന്ന ഒരു ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖമാണ് ന്യൂമോകോണിയോസിസ് കേട്ടോ. പിന്നെന്താണ്? പിന്നെ ആസ്ബസ്റ്റോസിസ് ഉണ്ട് കേട്ടോ. ആസ്ബസ്റ്റോസിസ് അതാണെങ്കിൽ ഈ ആസ്ബസ്റ്റോസ് ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അവരുടെ ശ്വാസകോശത്തിൽ ഈ ആസ്ബസ്റ്റോസിന്റെ പൊടിപടലം ഒക്കെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പിന്നുള്ളതാണ് എന്ത്? ശ്വാസകോശത്തിന്റെ ക്യാൻസർ. പിന്നെ എല്ലാ ഭാഗത്തും ബാധിക്കുന്നതാണ്. ഇപ്പൊ ശ്വാസകോശ ക്യാൻസറും ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖമാണ്. അപ്പൊ ഈ ലങ് ക്യാൻസറും കൂടുതൽ ആരിലാണ് കാണപ്പെടുന്നത്? ഈ പുക വലിക്കുന്നവരിൽ തന്നെയാണ് അതും കൂടുതൽ കാണുന്നത്. കാരണം എന്താണ്? ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമായ വസ്തുക്കൾ എന്താണ്? കാർസിനോജൻ എന്ന് പറയും കേട്ടോ. കാർസിനോജൻ. ആ കാർസിനോജൻ കാരണമാണ് ഈ ലങ് ക്യാൻസർ ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് റെസ്പൈറോമീറ്റർ എന്താണെന്നാണ്. റെസ്പൈറോമീറ്റർ എന്താണ്? നമ്മുടെ വായുവിന്റെ അളവ് നിരക്ക്, നമ്മൾ എത്ര വായു എടുക്കുന്നു, എത്ര വായു പുറന്തള്ളുന്നു എന്നൊക്കെയുള്ള അളവൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും ഈ റെസ്പൈറോമീറ്റർ വെച്ചിട്ട്. പിന്നെ ഉള്ളത് എന്താണ്? സ്പൈറോമീറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ. ഈ സ്പൈറോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി അളക്കാനാണ് കേട്ടോ. വൈറ്റൽ കപ്പാസിറ്റി അളക്കാനാണ് സ്പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്വസന വ്യവസ്ഥയെക്കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പം നിർത്തുകയാണ് ക്ലാസ്. നന്ദി.